ഓക്കെ. ഇപ്പൊ നമ്മളുള്ളത് എന്ന് പറഞ്ഞാല് ആ പള്ളിയുടെ തൊട്ടുഭാഗത്ത് ചളിയിൽ ഒരാൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. അയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പോ ഈ അവിടേക്കുള്ള റോഡ് മൊത്തം പോയിട്ടുണ്ട്, പാലം പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഈ പള്ളിയുടെ തൊട്ട് മുകൾ ഭാഗത്തായിട്ട് ഏകദേശം ഒരു റിസോർട്ടിൽ 100ഓളം ആളുകൾ കുടുങ്ങി കിടക്കുന്നതാണ്. അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുന്നില്ല. കുട്ടികളടക്കമുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്, വിശന്ന് കരയുന്ന എന്നാണ് അവർ പറയുന്നത്. അതേപോലെ പള്ളിയുടെ തൊട്ടടുത്ത് മദ്രസിൽ ഒരു 4 ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിലിപ്പോ 2 ആളുകൾ മരണപ്പെട്ടു എന്നുള്ള ഇവരാണ് കെട്ടിയിട്ടുള്ളത്. 2 ആളുകൾ അവിടെ കുടുങ്ങിയിട്ടുള്ള അവസ്ഥയിലുണ്ട്. അതിന് തൊട്ടടുത്തും ആളുകളുണ്ട്, പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയില്ല. വാഹനം ഓടിച്ചു പോകാൻ പറ്റില്ല. ഇല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചൂരൽമല ടൗണിൽ വരെ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട് മുണ്ടക്കൈയിലേക്ക്. ഈ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല നമുക്ക്. കാരണം എന്താ പറഞ്ഞാൽ റോഡില്ല, ഒറ്റ റോഡേ ഉള്ളൂ. റോഡ് പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ ചളിയിൽ എടുത്തിട്ടുള്ള ആളെ കൊണ്ടുപോകുന്നത് ഹെവി റിസ്ക് ആണ്. അപ്പൊ അവരെങ്ങനെ ഇപ്പോ ഫയർഫോഴ്സിന്റെ ആളുകളുണ്ട്, അവരിങ്ങനെ ചുമലിലേറ്റി ഈ പാറക്കെട്ടുകളൊക്കെ താണ്ടി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. നല്ല സമയമെടുക്കും. ഇപ്പൊ ഏകദേശം നമ്മളൊരു 100 മീറ്റർ അകലെയാണ് അവിടെ നിന്നാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെ കൊണ്ടുവരാൻ റിസ്ക്. അങ്ങോട്ട് പാറക്കെട്ട് അതുപോലെ നല്ല കുത്തൊഴുക്കാനുള്ളത്. അപ്പൊ അത് മുറിച്ചു കിടക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുള്ള സ്ഥലത്ത് ഇപ്പൊ ആൾക്കാരെ ജീവനോടെ നിങ്ങളെ എയർലിഫ്റ്റിംഗ് അല്ലാതെ നമുക്ക് ഹെലികോപ്റ്റർ സംവിധാനം അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുള്ളത്. അല്ല, ഹെലികോപ്റ്ററുള്ള പ്രശ്നം കുറഞ്ഞിട്ടുണ്ട്. അല്ല, ഹെലികോപ്റ്ററുള്ള പ്രശ്നം എന്താണ്? കാര്യമായിട്ടുള്ള കാലാവസ്ഥ പ്രശ്നമുണ്ടോ? ഹെലികോപ്റ്ററിന് അവിടെ വിസിബിലിറ്റി പ്രശ്നമുണ്ടോ? കോടമഞ്ഞ് അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. അവിടെ മുകളിലുള്ള ആളുകൾ പറയുന്നത് ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സംവിധാനം ഉണ്ടെന്നാണ്. ഇപ്പൊ കാലാവസ്ഥ മഴ നിന്നിട്ടുണ്ട്, ഒന്നിങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അല്ല, ഈ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ആളുകൾ ജീവനോടെയുള്ള ചില ആളുകളെ കണ്ടെത്തുന്നു, നിങ്ങൾ അവരുമായിട്ട് കണക്ട് ചെയ്യുന്നു. പക്ഷെ നിങ്ങളുള്ള സ്ഥലത്ത് ആൾക്കാർ താമസിച്ചിരുന്ന വീടും സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. സ്ഥലത്ത് പൂർണ്ണമായിട്ടും ആളുകളൊക്കെ പോയിട്ടുണ്ട്. അവരുടെ വീടൊക്കെ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല. അവരെ തെരയാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. വീടുകളിൽ ഉള്ളിൽ കയറാൻ കഴിയില്ല. മൊത്തം ചളി അടിഞ്ഞു കിടക്കാണ്. അതുപോലെ പാറക്കെട്ടുകൾ മരമൊക്കെ വീണ് കിടക്കുകയാണ്. നിലവിൽ ഇപ്പോ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ നമുക്ക് കാണാവുന്ന കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനാണ് പ്രയോറിറ്റി. അതെ. ഇപ്പൊ നമ്മൾ ഒരാളെ എടുത്തു കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ മറ്റേ മദ്രസിൽ കുടുങ്ങിക്കിടന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല. മുകളിലുമാണ് ഇപ്പൊ ഈ 100ഓളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്. നിങ്ങള് അവിടുത്തെ നാട്ടുകാരാണ്? അല്ല, ഞങ്ങള് കൽപ്പറ്റ എന്ന് പറയും. കൽപ്പറ്റ ഞങ്ങള് ടീം വെൽഫെയറിന്റെ ആളുകളാണ്. അതുപോലെ IRWയുടെ ആളുകളുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പൊ ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മളെ ഫയർഫോഴ്സിന്റെ ആളുകളുണ്ട്, പിന്നെ പ്രദേശവാസികളുണ്ട്. രക്ഷാപ്രവർത്തകരായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. എനിക്ക് മനസ്സിലാവും. ആർമി NDRF ഒക്കെ അവിടെ ഇല്ലേ ഫൈസൽ? ആർമി എത്തിയിട്ടില്ല. NDRF ഉണ്ട്, അതുപോലെ ഫയർഫോഴ്സ് ടീമുണ്ട്. നമുക്ക് വേണ്ടത് എയർലിഫ്റ്റിംഗിലുള്ള സംവിധാനമാണ് നമുക്ക് അടിയന്തരമായിട്ട് വേണ്ടത്. എന്നാലാണ് ആ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇത്രയും ദൂരം ചുമന്നുകൊണ്ടുപോകാൻ സാധ്യമല്ല. ശരി. താങ്ക് യു ഫൈസൽ, വിവരങ്ങൾ നൽകിയതിന്. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന രക്ഷാദൗത്യ സംഘത്തിൽപ്പെട്ട ഫൈസലുമായിട്ട് സംസാരിക്കുകയായിരുന്നു നമ്മൾ.